പിണറായി സർക്കാരിന് തിരിച്ചടി നൽകാൻ ബി.ജെ.പിയോട് വോട്ടഭ്യർത്ഥിച്ച് എ.കെ. ആന്റണി. ബി.ജെ.പിക്കാർ UDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണമെന്ന് എ.കെ. ആന്റണി. ദേശീയ തലത്തിൽ മതേതര സഖ്യത്തിന് ശ്രമം നടക്കുമ്പോഴാണ് ആന്റണി ബി.ജെ.പിയോട് വോട്ടഭ്യർത്ഥിച്ചത്. കോൺഗ്രസുകാരോടും കേരള കോൺഗ്രസുകാരോടും മുസ്ലിം ലീഗുകാരോടും RSPക്കാരോടും മാത്രമല്ല എനിക്ക് പറയാനുള്ളത്, ബി.ജെ.പിക്കാരോടും ഇടതുപക്ഷ മുൻകാരോടും പറയാനുള്ളത്. ഈ സർക്കാർ അവർ ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് കരുതാതിരിക്കണമെങ്കിൽ, അവർക്ക് തെറ്റ് തിരുത്തണമെങ്കിൽ, അവരുടെ അഹങ്കാരത്തിലും ദാർഢ്യത്തിലും പരിഹാരം ഉണ്ടാകണമെങ്കിൽ ഇത്തവണ ചെങ്ങന്നൂരിൽ നിന്നും വിജയകുമാർ വിജയിക്കണം. തീർച്ചയായും ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ഷാജഹാൻ ചേരുകയാണ്. ഷാജി, എന്തൊക്കെയാണ് ആന്റണി പറഞ്ഞത്? അജിംഷാദ്, കഴിഞ്ഞ ദിവസമാണ് എ.കെ. ആന്റണി ചെങ്ങന്നൂർ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയുടെ പ്രചരണത്തിനായി രംഗത്തിറങ്ങിയത്. ഇതിനിടയിലാണ് പ്രചരണ യോഗങ്ങളിൽ വളരെ വ്യക്തമായി തന്റെ നിലപാട് എ.കെ. ആന്റണി വ്യക്തമാക്കിയിരിക്കുന്നത്. വടക്കേ ഇന്ത്യയിലൊക്കെ മതേതര കക്ഷികൾ രൂപീകരിച്ചുകൊണ്ട് ബി.ജെ.പിക്കെതിരെ സമരം ചെയ്യണം, അല്ലെ ബി.ജെ.പിയെ പുറത്താക്കണമെന്ന് അവകാശപ്പെടുന്ന എ.കെ. ആന്റണിയാണ് കേരളത്തിൽ വന്നപ്പോൾ ചെങ്ങന്നൂരിൽ ഇടതുപക്ഷ മന്ത്രിസഭ താഴെ ഇടുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അവരെ താഴെ ഇറക്കുന്നതിന് വേണ്ടി ബി.ജെ.പിയുടെ അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ വോട്ട് ആവശ്യമുണ്ട് എന്ന് അദ്ദേഹം വളരെ വ്യക്തമായിട്ടും പരസ്യമായിട്ടും പ്രഖ്യാപിക്കുകയുണ്ടായത്. കഴിഞ്ഞ ദിവസം ചെങ്ങന്നൂർ മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിലായിരുന്നു എ.കെ. ആന്റണിയുടെ പ്രചരണം ഉണ്ടായത്. UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ടായിരുന്നു പ്രചരണം. ഏറ്റവും ഒടുവിലായിട്ട് പ്രചരണം സമാപിച്ചത് മാന്നാർ മണ്ഡലത്തിലെ മാന്നാർ പഞ്ചായത്തിലായിരുന്നു. ഈ മാന്നാർ പഞ്ചായത്തിൽ നടന്ന പൊതുയോഗത്തിലാണ് എ.കെ. ആന്റണി ഇങ്ങനെ പ്രസംഗിച്ചത്. വളരെ വ്യക്തമായിട്ട് തങ്ങൾക്ക് കോൺഗ്രസിന്റെയും അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും വോട്ടുകൾ മാത്രമല്ല, ബി.ജെ.പിയുടെ വോട്ടുകളടക്കം തങ്ങൾക്ക് ലഭിച്ചാൽ മാത്രമേ വിജയകുമാറിനെ വിജയിപ്പിക്കാൻ കഴിയുകയുള്ളൂ എന്ന് അദ്ദേഹം പരസ്യമായി വ്യക്തമാക്കുകയുണ്ടായി. നേരത്തെ മണ്ഡലത്തിൽ ഇത്തരത്തിൽ കോൺഗ്രസും അതോടൊപ്പം തന്നെ ബി.ജെ.പിയും രഹസ്യ ധാരണയുണ്ട് എന്ന് ഇടതുപക്ഷ നേതാക്കൾ ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ പരസ്യമായിട്ട് കോൺഗ്രസിന്റെ ദേശീയ ഷാജി തുടരൂ. ഇപ്പോൾ നമ്മോടൊപ്പം മുതിർന്ന രാഷ്ട്രീയ നിരീക്ഷകൻ കൂടിയായ ശ്രീ ഭാസുരേന്ദ്ര ബാബു ചേരുകയാണ്. ശ്രീ ഭാസുരേന്ദ്ര ബാബു, കോൺഗ്രസിന്റെ ഒരു ലോക്കൽ നേതാവല്ല പറഞ്ഞത്, ദേശീയ തലത്തിൽ രണ്ടാമനെന്ന് UPAയിൽ അടക്കം അറിയപ്പെട്ടിരുന്ന എ.കെ. ആന്റണിയാണ് പറയുന്നത് ബി.ജെ.പിയുടെ കൂട്ടുകെട്ട്, ബി.ജെ.പിയുടെ വോട്ടുകൾ വേണം എന്നത്. അതായത് ബി.ജെ.പിക്കെതിരെ കോൺഗ്രസും അടക്കമുള്ള മതേതര കക്ഷികളുടെ കൂട്ടായ്മ കർണാടകയിൽ നാം കണ്ടതേ ഉള്ളൂ. ആന്റണി ആ കൂട്ടായ്മയെ സംബന്ധിച്ച് അറിയാത്തത് കൊണ്ടല്ല. എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു? ആന്റണി എന്തുകൊണ്ട് ഈ കൂട്ടുകെട്ടിൽ, ഈ മതേതര കൂട്ടുകെട്ടിൽ അസ്വസ്ഥനാകുന്നു? അല്ല, ഇത് വളരെ അത്ഭുതകരമായൊരു നിലപാടാണ് ഈ കാര്യത്തിൽ ആന്റണിയെ പോലുള്ള ഒരാൾ എടുത്തിരിക്കുന്നത്. കാര്യം, അതെടുത്ത സമയം താങ്കൾ സൂചിപ്പിച്ചതുമാതിരി ബി.ജെ.പിക്കെതിരെ വിശാലമായ മുന്നണി ഉണ്ടാക്കുന്ന നേതാവ്, അദ്ദേഹത്തിന്റെ ഏറ്റവും ഉന്നതനായ നേതാവ് കർണാടകത്തിൽ വിശാലമായ മുന്നണി ഉണ്ടാക്കുന്നു. ഇവിടെ വന്ന് അദ്ദേഹം ചെങ്ങന്നൂരിൽ നിന്ന് അദ്ദേഹം വന്നിട്ട് എന്താണ് സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യമാണ്. വലിയ ശബ്ദം എന്തോ കേട്ടുകൊണ്ടിരിക്കുന്നല്ലോ. പറഞ്ഞോളൂ ശ്രീ. ഓക്കെ. അപ്പോഴേ ഞാൻ മനസ്സിലാക്കുന്നത്, ഇവിടെ ഈ കാര്യത്തിനകത്ത് UDFനെ സംബന്ധിച്ചിടത്തോളം അവർ ജയിക്കുക എന്നത് അവർക്ക് നിലനിൽപ്പിന്റെ ഒരു ആവശ്യമാണ്. പ്രത്യേകിച്ചും ബി.ജെ.പിയോട് പല ഘട്ടങ്ങളിൽ കണക്ക് പറഞ്ഞ് തോറ്റുകൊണ്ടിരിക്കുന്ന പാർട്ടിക്ക് ജയിക്കേണ്ടത് ഒരു ആവശ്യമാണ്. ആ ആവശ്യത്തെ മുൻനിർത്തിയായിരിക്കാം ഒരു പക്ഷേ ബി.ജെ.പിയുടെ വോട്ടുകൾ കിട്ടി ജയിക്കാനുള്ള ശ്രമം. അത് പഴയ ശ്രമമാണ്. പഴയ കോലീബി രീതികളെ സൂചിപ്പിക്കുന്ന ഒരു ശ്രമമാണ്. പ്രത്യേകിച്ച് അന്നും ഇന്നും കോലീബി സഖ്യത്തിന് വേണ്ടി പൂർണ്ണമായും അർപ്പിത മനസ്സോടെ പ്രവർത്തിച്ച കുഞ്ഞാലിക്കുട്ടി രംഗത്ത് വന്നിരിക്കുന്നത് കൊണ്ട് ആ നിലയ്ക്കുള്ള ഒരു കളി ഒരു പക്ഷെ അവർ കളിച്ചുകൂടായികയില്ല. അതിന്റെ ഒരു അനുരണനമായിരിക്കാം അത്. പക്ഷേ അത് എങ്ങനെയൊക്കെ അവിടെ ഭരിക്കാൻ പോകുന്നതെന്ന് നമുക്കറിയില്ല. അതല്ല ശ്രീ ഭാസുരേന്ദ്ര ബാബു, ഈ കോലീബി കാലത്തെ ഒരു രീതിയാണോ ഇന്ന് ഇന്ത്യയുടെ രാഷ്ട്രീയം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? പ്രത്യേകിച്ച് കോൺഗ്രസ് വലിയ ഭീഷണിയിൽ നേരിടുന്നു. ആ ഭീഷണിക്ക് കാരണം ബി.ജെ.പിയാണ്. ബി.ജെ.പി ഇന്ത്യക്കാകമാനം ഒരു ഭീഷണിയായി ഉയരുന്നു എന്ന് ഇടതു മതേതര കക്ഷികളടക്കം, അതായത് RJDയും സമാജ്വാദി പാർട്ടിയും BSPയും
എന്തിന് CPIM-ഉം CPI-യും എന്തിന് ഫോർവേഡ് ബ്ലോക്ക് അടക്കമുള്ള എല്ലാ കക്ഷികളും ഒന്നിക്കുകയാണ്. ഇങ്ങനെ ഒന്നിക്കുന്ന ഒരു ഘട്ടത്തിൽ കോൺഗ്രസ് അവരോട് കൈപിടിക്കുകയാണ്. സീതാറാം യെച്ചൂരിയുടെ കൈപിടിച്ചുയർത്തിയത് രാഹുൽ ഗാന്ധിയാണ്. ഈ ഒരു ഘട്ടത്തിൽ എന്തുകൊണ്ട് AK ആന്റണി പറയുന്നു? ഇങ്ങനെ പറയുന്നതിന് മറ്റേതെങ്കിലും രാഷ്ട്രീയമുണ്ടോ? കർണാടകയിൽ നിന്ന് തന്നെ SM കൃഷ്ണ എന്ന വലിയ പ്രമുഖനായ നേതാവ്, വിദേശകാര്യമന്ത്രി അടക്കമായിരുന്ന SM കൃഷ്ണ BJP-യിലേക്ക് പോയി. ഇങ്ങനെ ഒരു വലിയ പശ്ചാത്തലമുണ്ട്. ആന്റണി ഈ മതേതര കൂട്ടുകെട്ടിന് ശക്തി പകരേണ്ടതിന് പകരം എന്തുകൊണ്ട് BJP-യുടെ വോട്ട് തേടുന്നു? അങ്ങനെ ഒരു ദേശീയ രാഷ്ട്രീയ മാനം ഇവിടെയില്ലേ? അതിന്റെ പ്രസക്തി എന്തുകൊണ്ട്? ആന്റണി അസ്വസ്ഥനാവുകയാണോ അവിടെ? അല്ല, ഇതിനകത്ത് RSSന്റെ വോട്ട് ഏത് സാഹചര്യത്തിലും ഞങ്ങൾക്ക് വേണ്ട എന്ന് ഇടതുപക്ഷം പറയുന്ന സാഹചര്യത്തിലാണല്ലോ AK ആന്റണി BJP-യുടെ ശ്രീ ബാസുരേന്ദ്ര ബാബു താങ്കൾ പറഞ്ഞതിന് വലിയൊരു പ്രസക്തിയുണ്ട്. ഇതാ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത് കേൾക്കൂ. താങ്കളും തുടരൂ കോടിയേരി ബാലകൃഷ്ണന്റെ വാക്കുകളിലേക്ക്. RSSന്റെ വോട്ടുകൾ ഞങ്ങൾക്ക് വേണ്ട എന്ന് വ്യക്തമാക്കി സംസ്ഥാന സെക്രട്ടറി CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞെടുത്താണ് AK ആന്റണി RSSന്റെയും BJP-യുടെയും വോട്ട് വേണമെന്ന് പറയുന്നത്. എന്താണ് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത്? RSSന്റെ വോട്ടുകൾ ഞങ്ങൾക്ക് വേണ്ട. ആ വാക്കുകൾ കേൾക്കൂ കോടിയേരിയിലേക്ക്. BDJS-ന്റെ ഏതെങ്കിലും ആളുകൾക്ക് LDF-ന് വോട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ LDF-ന് വോട്ട് ചെയ്യാം. കേരള കോൺഗ്രസ്സുകാർക്ക് LDF-ന് വോട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ LDF-ന് വോട്ട് ചെയ്യാവുന്നതാണ്. ഒരാളുടെയും വോട്ട് വേണ്ട എന്നൊരു നിലപാടിപ്പം ഞങ്ങൾ സ്വീകരിക്കുന്നില്ല. RSSന്റെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട. ബാക്കി എല്ലാവരുടെയും വോട്ട് ചെങ്ങന്നൂരിൽ ഞങ്ങൾക്ക് വേണം. കോൺഗ്രസിൻ്റെ സാധാരണക്കാരുടെ വോട്ട് ഈ തെരഞ്ഞെടുപ്പിൽ ചെങ്ങന്നൂരിൽ ഇടതുപക്ഷ മുന്നണിക്ക് ചെയ്യണം. ആ തരത്തിൽ കോൺഗ്രസ്സുകാരുടെ വോട്ട് പോലും ഇടതുപക്ഷ മുന്നണിക്ക് അനുകൂലമായിട്ട് മാറുന്ന സാഹചര്യമാണുള്ളത്. അവർ LDF-ഉമായിട്ട് ബന്ധപ്പെടണമെന്നുള്ള ആഗ്രഹം ഞങ്ങളെ ഇതുവരെ അറിയിച്ചിട്ടില്ല. KM മാണി അറിയിച്ചിട്ടില്ല, അവരുടെ പാർട്ടിയും അറിയിച്ചിട്ടില്ല, അവരുടെ പാർട്ടിയുടെ തീരുമാനമെടുത്തതായിട്ടും ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. CPIM-ഉം ആ പ്രശ്നം ഇതുവരെ. അതായത് ഇതിനകത്ത് കോടിയേരി പറഞ്ഞ വാക്കുകൾ സുവ്യക്തമാണ് ശ്രീ ഭാസുരേന്ദ്ര ബാബു. അതായത് എല്ലാവരുടെയും വോട്ടുകൾ ഞങ്ങൾ സ്വീകരിക്കും ഒരു പൊതു തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ, പക്ഷെ RSSന്റെ വോട്ടുകൾ ഞങ്ങൾക്ക് വേണ്ട. അതിനൊരു ദേശീയ രാഷ്ട്രീയ പരിപ്രേക്ഷ്യമുണ്ട്. അത് ചെങ്ങന്നൂരിന്റെ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. അപ്പോഴാണ് കോൺഗ്രസിന്റെ ദേശീയ നേതാവായി അറിയപ്പെടുന്ന AK ആന്റണി എത്തിയിട്ട് പറയുന്നത് BJP ഞങ്ങൾക്ക് വോട്ട് ചെയ്യൂ എന്ന്. ആരെ താഴെയിറക്കാൻ? ഇടതുപക്ഷത്തെ താഴെയിറക്കാൻ. എന്ത് മതേതര രാഷ്ട്രീയത്തിന്റെ മൂല്യമാണ് അവിടെ ഉള്ളത്? ശ്രീ ഭാസുരേന്ദ്ര ബാബു കട്ട് ആൻഡ് ഡ്രൈഡായി നിരീക്ഷിക്കൂ. അല്ല, ഇതിനകത്ത് നമുക്കറിയാലോ, കുറച്ച് നാൾ മുമ്പ് AK ആന്റണി ഇവിടെ വന്ന് പറഞ്ഞത് ശരിക്കും രാത്രിയിൽ BJP-യും പകൽ കോൺഗ്രസുമാകുന്ന ആളുകളുടെ രീതി ഇനി നടക്കില്ല. ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുകയാണ്. മാറുന്നതനുസരിച്ച് നമുക്ക് BJP വിരുദ്ധ നിലപാട്, RSS വിരുദ്ധ നിലപാട് എടുക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞ ആളാണ് ഇപ്പോൾ വന്നിട്ട് BJP-യുടെ വോട്ട് ചോദിക്കുന്നത്. ഇവിടെ ഒരു പ്രശ്നം യഥാർത്ഥത്തിൽ UDF-ന് ഈ അവരുടെ ട്രഡീഷണലായി അവരുടെ മണ്ഡലങ്ങളിൽ ഒന്നായിരുന്നു ചെങ്ങന്നൂർ. നമുക്കറിയാം കഴിഞ്ഞ തവണ നടന്ന ആ ഒരു പരാജയം, അത് അതിജീവിക്കാനുള്ള അതിശക്തമായ ശ്രമങ്ങൾ, അത് KM മാണിയുടെ കാല് പിടിച്ചാണെങ്കിലും അത് നേടണം എന്നുള്ള ഒരു സ്പിരിറ്റ് അവർക്കുണ്ട്. അത് നേടണമെങ്കിൽ കൃത്യമായും നമുക്കറിയാവുന്നത് മാതിരി കഴിഞ്ഞ തവണ ശ്രീധരൻപിള്ള പിടിച്ച കോൺഗ്രസിന്റെ വോട്ടുകൾ, ആ വോട്ടുകൾ തിരിച്ചു ലഭിക്കണം എങ്കിലേ അവർക്ക് ജയിക്കണമെന്നുണ്ടെങ്കിൽ അതിന് BJP-യുമായി വിലപേശം നടത്താണ് അവർ നിൽക്കുന്നത്. ഞാൻ പറയുന്നത് പഴയ കോലീബി സഖ്യം തന്നെയാണ് അജിം ഷാദിദ്. പക്ഷെ ആ കോലീബി സഖ്യത്തിന്റെ ആഘാതം ഇന്നത്തെ രാഷ്ട്രീയത്തിന്റെ പരിപ്രേക്ഷ്യത്തിൽ ഒരിക്കലും അങ്ങനെ വാദിക്കാനാകില്ല എന്നറിയാവുന്ന വ്യക്തിയാണ് AK ആന്റണി. നോക്കൂ, AK ആന്റണി കഴിഞ്ഞ ദിവസങ്ങളിൽ താങ്കൾ സൂചിപ്പിച്ചതുപോലെ പകൽ കോൺഗ്രസും രാത്രി RSS-ഉമായിട്ടുള്ള എത്ര നേതാക്കന്മാരുണ്ട് കോൺഗ്രസിൽ എന്നാണ് AK ആന്റണി ചോദിച്ചത്. AK ആന്റണിയുടെ കുറെ കൂടി പിന്നിലേക്ക് പോയാൽ ന്യൂനപക്ഷ രാഷ്ട്രീയം വല്ലാതെ സമ്മർദ്ദത്തിലാക്കുന്നു ഞങ്ങളെ എന്ന് പറഞ്ഞ് BJP-യെ പ്രീണിപ്പിക്കാൻ ശ്രമിച്ച ഒരു ഘട്ടമുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ സംസ്ഥാന രാഷ്ട്രീയ കാലഘട്ടത്തിൽ. ശ്രീ ഭാസുരേന്ദ്ര ബാബു അത് ഓർക്കുന്നുണ്ടല്ലോ. അല്ല, അത് ഞാൻ പറയുന്നത് ഇതൊക്കെ കൂട്ടി വായിക്കട്ടെ ഈ ഘട്ടത്തിൽ. അല്ല, ഇവിടെ ഇപ്പം ഒരു കാര്യം കൃത്യമാണ്, എല്ലാവർക്കും തിരിച്ചറിയാൻ കഴിയുന്നത് മാതിരി
BJPക്ക് കഴിഞ്ഞ തവണ കിട്ടിയ വോട്ട് കിട്ടാൻ സാധ്യതയില്ലാത്തത് കൊണ്ട് BDJSന്റെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത്. അന്ന് BJPക്ക് വോട്ട് ചോദിക്കാൻ പാകത്തിൽ ഒരു അഖിലേന്ത്യാ സ്റ്റേറ്റർ ഉണ്ടായിരുന്നു അജിം ഷാ. ഇത്തവണ അത് നിലനിൽക്കുന്നില്ല. അത് കർണാടക സംഭവത്തിന്റെ അടക്കമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ അവർക്ക് അനാവശ്യമായി വോട്ട് പോകുന്നതിനെ കുറിച്ചുള്ള ദുഃഖമുണ്ട് ആന്റണിക്ക്. അതുകൊണ്ട് BJPയുടെ എങ്കിൽ BJP, RSS എന്ന നിലയ്ക്ക് വോട്ട് വാങ്ങി ജയിച്ചു കളയാമെന്നുള്ള ആ ഒരു ദുർബല മനോഭാവം കോൺഗ്രസ് ഇവിടെ കാണിക്കുന്നു എന്ന വലിയ അപകടമാണ് അതിനകത്തുള്ളത്. ഈ അപകടമാണ് നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചത് മാതിരി ദേശീയ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഉയർന്നു വരുന്ന വീക്ഷണ രീതികൾ അത് ഉൾക്കൊള്ളാൻ ഇദ്ദേഹത്തിന് കഴിയുന്നില്ല. വയസ്സായി ആന്റണിക്ക്, വയസ്സായി. അതിന് മറ്റൊരു മാനം കൂടി ഉണ്ടോ? അതായത് ഇങ്ങനെ നമുക്ക് ഒരിക്കൽ കൂടി ആ കോടിയേരി ബാലകൃഷ്ണന്റെ വാക്കുകൾ കേൾക്കാം. ശ്രീ ഭാസുരേന്ദ്ര ബാബു, അതിലേക്ക് എത്താം. BDJSന്റെ ഏതെങ്കിലും ആളുകൾക്ക് LDFന് വോട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ LDFന് വോട്ട് ചെയ്യാം. കേരള കോൺഗ്രസ്സുകാർക്ക് LDFന് വോട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ LDFന് വോട്ട് ചെയ്യാവുന്നതാണ്. ഒരാളുടെയും വോട്ട് വേണ്ട എന്നൊരു നിലപാട് ഇപ്പം ഞങ്ങൾ സ്വീകരിക്കുന്നില്ല. RSSന്റെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട. ബാക്കി എല്ലാവരുടെയും വോട്ട് ചെങ്ങന്നൂരിൽ ഞങ്ങൾക്ക് വേണം. അതാണ് വ്യക്തമാക്കുന്നത് ആ രാഷ്ട്രീയം. അതായത് RSSന്റെ വോട്ടുകൾ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്നതിൽ കൃത്യമായൊരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം എന്തുകൊണ്ട് ഒരുപക്ഷെ കോടിയേരി ബാലകൃഷ്ണനേക്കാൾ ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ കൂടുതൽ മനസ്സിലാക്കേണ്ട ആളാണ് AK ആന്റണി. AK ആന്റണി കോൺഗ്രസിന്റെ നേതാവാണ് എന്ന നിലയിൽ ആ അർത്ഥത്തിൽ AK ആന്റണി എന്തുകൊണ്ട് ഇടതുപക്ഷത്തെ താഴെ ഇറക്കാൻ RSSന്റെ വോട്ട് തേടുന്നു, കാംക്ഷിക്കുന്നു എന്ന് പറയുന്നു, അല്ലെങ്കിൽ അത് വേണമെന്ന് പറയുന്നു? അതിന്റെ മാനങ്ങൾ പലതാണ് ശ്രീ ഭാസുരേന്ദ്ര ബാബു. ഒന്ന്, ഇത്തരത്തിൽ നേരത്തെ തന്നെ BJP പക്ഷത്തിന്റെ ഒരു രാഷ്ട്രീയം തനിക്കുണ്ട് എന്നും ന്യൂനപക്ഷ രാഷ്ട്രീയത്തിന്റെ സമ്മർദ്ദം കൊണ്ട് പലതും നേടി എന്ന് പറഞ്ഞ ഒരു പൂർവ്വകാലം AK ആന്റണിക്കുണ്ട്. ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു മതേതര മുന്നണി രൂപം കൊള്ളുമ്പോൾ ദേശീയ തലത്തിൽ അതിൽ AK ആന്റണി അസ്വസ്ഥനാവുകയാണ്. SM കൃഷ്ണയെ പോലെയുള്ള കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കന്മാർ BJPയിലേക്ക് ചേക്കേറിയ ഒരു പശ്ചാത്തലമുണ്ട്. ഇതൊക്കെ പരിശോധിക്കുമ്പോൾ മറ്റേതെങ്കിലും മാനങ്ങൾ, താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേവലം വയസ്സായി ആന്റണിക്ക് ഇതൊന്നും മനസ്സിലാക്കാനാകാതെ എന്നതിനപ്പുറത്തേക്ക് ചില മാനങ്ങൾ ഉണ്ടോ? സംശയിക്കാമോ? അങ്ങനെ നിരീക്ഷിക്കാമോ? അതിനകത്ത് AK ആന്റണിയെ സ്വീകരിക്കുന്ന ഒരു മണ്ടത്തരമൊന്നും എന്തായാലും BJP കാണിക്കാൻ പോകുന്നില്ല, RSS കാണിക്കാൻ പോകുന്നില്ല. SM കൃഷ്ണ സ്വീകരിച്ചിട്ട് തന്നെ മെച്ചപ്പെട്ടിട്ടില്ല അവിടെ നിലപാട്. അപ്പോഴാണ് കേരള രാഷ്ട്രീയത്തിൽ എന്നേ വിസ്മൃതനായി കഴിഞ്ഞ AK ആന്റണിക്ക് ഒരു സ്വീകാര്യത ലഭിക്കുമെന്നൊന്നും കരുതാനാകില്ല. അത് മാത്രമല്ല, അത്തരമൊരു പതനം ആന്റണിയെ കേരളത്തിൽ തന്നെ ഒറ്റപ്പെടുത്താനേ സഹായിക്കുകയുള്ളൂ. അതൊക്കെ അറിയാം അദ്ദേഹത്തിന്. പ്രശ്നം അതല്ല, തൽക്കാലമെങ്കിലും ഇവിടെ വിജയിക്കുക. ഇത്തരം താൽക്കാലിക പരിഗണനകളായിരുന്നു അജിം ഷാ കൃത്യമായും കോൺഗ്രസിനെ തകർത്തുകൊണ്ടിരുന്ന ഘടകം. കോൺഗ്രസിന്റെ കാൽക്കീഴിൽ നിന്ന് മണ്ണൊലിച്ചു പോയത് അവരുടെ രാഷ്ട്രീയരഹിത നിലപാടായിരുന്നുവല്ലോ. ആ രാഷ്ട്രീയരഹിത നിലപാടിന്റെ ഒരവസ്ഥ ഇപ്പോഴും AK ആന്റണിക്ക് പോലും നിലനിൽക്കുന്നു എന്നാണ്. ആവശ്യം വന്നാൽ, അടിയന്തരത്വം വന്നാൽ മുൻപിൽ നോക്കാതെ ശത്രുവിന്റെ അല്ല ശ്രീ ഭാസുരേന്ദ്ര ബാബു, അതായത് ചെങ്ങന്നൂരിൽ കോൺഗ്രസ് ജയിക്കണമെന്ന അത്രയേറെ ആത്മാർത്ഥത AK ആന്റണിക്ക് ഈ ഘട്ടത്തിൽ ഉണ്ടാകുമോ? താങ്കൾ നിരീക്ഷിച്ചതുപോലെ ഉള്ള ഒരു പശ്ചാത്തലത്തിന്റെ അനുമാനത്തിൽ ഞാൻ ഉദ്ധരിക്കുകയാണ്. അതായത് ഈ പകൽ കോൺഗ്രസ് ആയിരിക്കുകയും രാത്രി RSS ആവുകയും ചെയ്യുന്ന നേതാക്കന്മാരെ കുറിച്ച് പരാമർശിച്ച AK ആന്റണി അവിടെ ലക്ഷ്യം വെച്ചത് ഗ്രൂപ്പ് പോരുകളാണ്. ചില കോൺഗ്രസിൽ തന്നെ മുതിർന്ന വ്യക്തികളാണ്, നമുക്കൊക്കെ അറിയാം, പേര് പറയാതെ തന്നെ. അങ്ങനെയുള്ള ഒരു ഉദ്ദേശവുമായ ആന്റണി ഇവിടെ ഇറങ്ങിയ ഘട്ടം ഇപ്പോൾ ചെങ്ങന്നൂരിൽ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഈ ദേശീയ രാഷ്ട്രീയത്തിന്റെ തന്റെ രാഷ്ട്രീയ പശ്ചാത്തലങ്ങളെയൊക്കെ ബലി കഴിക്കും, അല്ലെങ്കിൽ RSSന്റെ വോട്ട് തേടുക വഴി ദേശീയ മാധ്യമങ്ങളടക്കം ഏറ്റെടുക്കാൻ സാധ്യതയുള്ളതാണ് AK ആന്റണിയുടെ ആ പറച്ചിൽ. അങ്ങനെ പറയുമോ AK ആന്റണി? അല്ല, അതിനകത്ത് അജിം ഷാദ് ഇവിടെ നാം പറഞ്ഞു കേൾക്കുന്ന പലരും പങ്കുവെക്കുന്ന ഒരു വീക്ഷണം, അജിം ഷാദിന് ഒരുപക്ഷെ അറിയാവുന്ന വീക്ഷണം, KC വേണുഗോപാലിന് രാഹുൽ ഗാന്ധിയുടെ മേൽ ആധിപത്യം വരികയോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുമായി അടുത്തു നിൽക്കുന്ന കേരള നേതാവായി KC വേണുഗോപാൽ മാറുകയോ ചെയ്യുന്നു. ആ സാഹചര്യത്തിൽ AK ആന്റണിക്ക് അക്കാര്യത്തിൽ ഒരുപക്ഷെ സോണിയാഗാന്ധി നൽകിയിരുന്ന ഒരു സോഫ്റ്റ് സീറ്റ് ഏതായാലും അദ്ദേഹത്തിന് ലഭിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ദില്ലിയിൽ അദ്ദേഹത്തിന്റെ നിലപാട് തന്നെ സ്റ്റേക്കിലായിരിക്കുന്നു എന്ന നിലയ്ക്ക് രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ അതായത് ശ്രീ ഭാസുരേന്ദ്ര ബാബു, ഒരിക്കൽ കൂടി നമുക്ക് AK ആന്റണിയുടെ വാക്കുകൾ കേൾക്കാം. അതായത് AK ആന്റണി പറഞ്ഞത് ഇടതുപക്ഷത്തെ താഴെ ഇറക്കാൻ BJP തങ്ങൾക്ക് വോട്ട് ചെയ്യണം എന്നതാണ്. BJPയുടെ വോട്ട് ഇടതുപക്ഷത്തിനെതിരെ
തങ്ങൾ കാംക്ഷിക്കുന്നു എന്നാണ് AK ആന്റണി പറഞ്ഞത്. ശ്രീ ജേക്കബ് ജോർജ് കൂടിയുണ്ട്. ശ്രീ ജേക്കബ് ജോർജ്, താങ്കൾക്ക് കേൾക്കാം ആന്റണിയുടെ വാക്കുകൾ. ആന്റണിയിലേക്ക്. കോൺഗ്രസുകാരോടും കേരള കോൺഗ്രസുകാരോടും മുസ്ലിം ലീഗുകാരോടും RSPക്കാരോടും മാത്രമല്ല എനിക്ക് പറയാനുള്ളത്, BJPക്കാരോടും ഇടതുപക്ഷ മുന്നണിക്കാരോടും പറയാനുള്ളത്. ഈ സർക്കാർ അവർ ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് കരുതാതിരിക്കണമെങ്കിൽ, അവർക്ക് തെറ്റ് നിൽക്കണമെങ്കിൽ, അവരുടെ അഹങ്കാരത്തിലും ദാർഢ്യത്തിലും പരിഹാരം ഉണ്ടാകണമെങ്കിൽ ഇത്തവണ ചെങ്ങന്നൂരിൽ നിന്നും വിജയകുമാർ വിജയിക്കണം. BDJSന്റെ ഏതെങ്കിലും ആളുകൾക്ക് LDFന് വോട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ LDFന് വോട്ട് ചെയ്യാം. കേരള കോൺഗ്രസ്സുകാർക്ക് LDFന് വോട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ LDFന് വോട്ട് ചെയ്യാവുന്നതാണ്. ഒരാളുടെയും വോട്ട് വേണ്ട എന്നൊരു നിലപാട് ഇപ്പം ഞങ്ങൾ സ്വീകരിക്കുന്നില്ല. RSSന്റെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട, ബാക്കി എല്ലാവരുടെയും വോട്ട്. ജേക്കബ് ജോർജ് കേട്ടല്ലോ. ഇത് രണ്ടാമത് പറഞ്ഞത് കോടിയേരി ബാലകൃഷ്ണനാണ്. കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നു, ഞങ്ങൾക്ക് എല്ലാവരുടെയും വോട്ട് വേണം ഒരു പൊതു തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ, പക്ഷെ RSSന്റെ വോട്ട് വേണ്ട എന്ന്. അപ്പോഴാണ് കോൺഗ്രസിന്റെ ദേശീയ നേതാവ്, കോൺഗ്രസിലെ രണ്ടാമനായി UPAയിൽ ഇരുന്ന ആൾ, പ്രതിരോധ മന്ത്രി അടക്കം വഹിച്ചിരുന്ന ഒരാൾ പറയുന്നത്, AK ആന്റണി പറയുന്നത്, ഞങ്ങൾ RSSന്റെ വോട്ട് തേടുന്നു, RSS ഞങ്ങൾ വോട്ട് ചെയ്യണം, എന്തിന് ഇടതുപക്ഷത്തെ താഴെ ഇറക്കാൻ. ശ്രീ ജേക്കബ് ജോർജ്, അതിന്റെ രാഷ്ട്രീയം ഒന്ന് വിവക്ഷിക്കും. ഒന്നാമത്തെ കാര്യം, ചെങ്ങന്നൂരില് ഈ തെരഞ്ഞെടുപ്പിൽ UDF ജയിച്ചാൽ പോലും ഈ ഗവൺമെന്റിനെ അത് ഒട്ടുമേ ബാധിക്കുകയില്ല. ഈ ഗവൺമെന്റിന് ഇനി 3 വർഷം കൂടി കാലാവധിയുണ്ട്. അങ്ങനത്തെ അപ്പൊ ഈ ഗവൺമെന്റിനെ തോൽപ്പിച്ച് കളയാം. ഒരു ചെങ്ങന്നൂർ ബൈ ഇലക്ഷനിൽ ഒരു സ്ഥാനാർത്ഥി UDFന്റെ സ്ഥാനാർത്ഥി ജയിക്കുന്നതുകൊണ്ട് ഈ ഗവൺമെന്റിനൊന്നും വരാനില്ല. അത് കാര്യം വേറെ. തീർച്ചയായിട്ടും അതിനകത്ത് ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഉണ്ടാവും. രണ്ടാമത്തെ കാര്യം, അതിന് RSSനെ കൂടി ക്ഷണിച്ചത് സാക്ഷാൽ AK ആന്റണി കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിൽ. കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ച് AK ആന്റണിയാണ് ഹൈക്കമാൻഡ്. അങ്ങനെയുള്ള AK ആന്റണി RSSനെ കൂടി കൂട്ടുപിടിക്കാൻ ശ്രമിച്ചത് തീർച്ചയായിട്ടും ഇത്തിരി അപകടമല്ലേ എന്ന്. അതിലൊരു അപകടം എന്നതിനപ്പുറത്തേക്ക് ഒരു വലിയ വൈരുദ്ധ്യമില്ലേ? ആ വൈരുദ്ധ്യം എങ്ങനെയാണ് രൂപപ്പെട്ടതെന്നാണ് ശ്രീ ജേക്കബ് ജോർജ് എനിക്കറിയേണ്ടത്. ആ വൈരുദ്ധ്യം എങ്ങനെ? അതായത് കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ ഓരോ ഇലക്കത്തെക്കുറിച്ചും എഴുതിയിട്ടുള്ള, നിരൂപിച്ചിട്ടുള്ള ഒരാളാണ് താങ്കൾ. താങ്കളോട് ഞാൻ ചോദിക്കുന്നു, AK ആന്റണി, അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ AK ആന്റണി വന്ന് പറഞ്ഞത്, കോൺഗ്രസ് പകൽ കോൺഗ്രസും രാത്രി RSSുമായിരിക്കുന്ന നേതാക്കന്മാരാണ് കോൺഗ്രസിന്റെ ശാപം എന്ന് പറഞ്ഞിരുന്ന AK ആന്റണി ഇവിടെ വന്ന RSSന്റെ വോട്ടുകൾ ഇടതുപക്ഷത്തെ തകർക്കാൻ വേണമെന്ന് പറയുന്നു. അതായത് കർണാടകയിലടക്കം ദേശീയ തലത്തിലൊരു സഖ്യം, ഒരു മതേതര സഖ്യം, കോൺഗ്രസ് അടക്കമുള്ളവരുടെ മതേതര സഖ്യം BJPക്കെതിരെ രൂപപ്പെടുന്നു. ഈ ഘട്ടത്തിലാണ് ആന്റണി അസ്വസ്ഥനാവുന്നത്. KC വേണുഗോപാൽ അടക്കമുള്ളവർക്ക് ആ ദേശീയ സമ്മേളനത്തിൽ, കർണാടകയിൽ നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വലിയ സ്ഥാനമുണ്ടായി. അവരൊക്കെ സഹകരിച്ചു. ഒരുപക്ഷെ ആന്റണി അവിടെ നിന്ന് ചെറുതായി മാറി നിന്നോ? ഇങ്ങനെയുള്ള ഏതെങ്കിലും സങ്കുചിതമായ ഭാവം ആന്റണിയെ മതിച്ചോ? ഇത്യാദി വിവരങ്ങളോട് അടക്കമുള്ള വിമർശനങ്ങളാണ് ആവശ്യം, അല്ലെങ്കിൽ നിരൂപണങ്ങളാണ് ആവശ്യം. ശ്രീ ജേക്കബ് ജോർജ്, ഷാർപ്പ്. അതെ, അതായത് ദേശീയ തലത്തിൽ BJPക്കെതിരെ ഒരു പ്രതിപക്ഷ ഐക്യനിര രൂപീകരിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് കോൺഗ്രസ് വാചാലമാവുന്നു ഒരു വശത്ത്, ഹൈക്കമാൻഡ് പ്രത്യേകിച്ച്. മറുവശത്ത് AK ആന്റണിയെ പോലെയുള്ളവർ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിനെതിരെ വോട്ട് ചെയ്യാൻ RSSനോട് അഭ്യർത്ഥിക്കുന്നു എന്ന് പറയുമ്പോൾ ആ നിലപാടിലൊരു വൈരുദ്ധ്യമുണ്ട്. AK ആന്റണി ഇന്ത്യയിലെ കോൺഗ്രസ് ദേശീയ നേതാവാണ്. ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ്. ഹൈക്കമാൻഡിലെ പ്രധാനി തന്നെയാണ് AK ആന്റണി. അങ്ങനെയുള്ള AK ആന്റണി പറയുമ്പോൾ അദ്ദേഹത്തിന് BJP ഇതര പ്രതിപക്ഷ കക്ഷികളോട്, പ്രതിപക്ഷ ഐക്യനിരയോട് ഉള്ള നിലപാട് എന്താണ് എന്നുള്ള ചോദ്യം. അതാണ് കറക്റ്റ്. അതായത് BJPക്കെതിരെ കോൺഗ്രസ് അടക്കമുണ്ടായ മതേതര സഖ്യ രൂപഘടത്തെ, ഏറ്റവും കഴിഞ്ഞ ദിവസം ഉണ്ടായ സഖ്യ രൂപത്തെ ആന്റണി തള്ളിപ്പറയുന്നു എന്നുകൂടി അതിന് മാനമുണ്ടോ ശ്രീ ജേക്കബ് ജോർജ്? ആന്റണി, എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് തെറ്റുപറ്റിയതായിരിക്കാം എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹം ഒരിക്കലും അത് പറയരുതായിരുന്നു. അത് ആന്റണിയുടെ ഒരു പ്രൊഫൈലിന് ചേർന്നതല്ല. ഇതിനോട് രാഹുൽ ഗാന്ധി എന്ത് പറയുന്നു? തീർച്ചയായിട്ടും ഇത്തരം ചോദ്യങ്ങൾ അവിടെ ഉദിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി നാം ഓർമ്മിക്കണം. തീർച്ചയായും ഇത് ദേശീയ മാധ്യമങ്ങൾ ഇതിനകം തന്നെ ഏറ്റെടുത്ത് കഴിഞ്ഞു ശ്രീ ജേക്കബ് ജോർജ്. തുടർന്ന് രാഹുൽ ഗാന്ധി അടക്കമുള്ളവരുടെ പ്രതികരണം നമുക്ക് തേടാനുമാകും. ശ്രീ KS ബാബു, തെരഞ്ഞെടുപ്പ് വിദഗ്ധൻ കൂടിയായ ശ്രീ KS ബാബു കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ KS ബാബു, ആന്റണിയുടെ ഈ നീക്കം. ഹലോ. ശ്രീ KS ബാബു, ആന്റണിയുടെ ഈ നീക്കം നമ്മൾ ആന്റണി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹം രാഷ്ട്രീയ സമ്പന്നത കൈവരിച്ച ആളാ. അദ്ദേഹം വെറുതെ എന്തെങ്കിലും ഒന്ന് പറയുന്ന ആളല്ല. അപ്പോ
അദ്ദേഹത്തിന്റെ ആ സ്റ്റേറ്റ്മെന്റ് ചെങ്ങന്നൂരുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ തട്ടിച്ചു നോക്കുമ്പോ 2014 മുൻപ് കേരളത്തിലെ BJPക്ക് ഉണ്ടായിരുന്ന ക്രിസ്ത്യൻ സപ്പോർട്ട് ഒന്ന് പറയട്ടെ ഞാൻ 18% അനുകൂലവും 44% എതിരും. 100 ആളെടുത്താലേ ഞാൻ പറയുന്നത് കേട്ടോ. അതിൽ 32% എതിരുമായിരുന്നു, നിഷ്പക്ഷം. അത് ഈ 2018 നിൽക്കുമ്പോ സംഭവം എങ്ങനെയാണെന്ന് അറിയാവോ? അതായത് സ്ഥാനാർത്ഥിയായിരിക്കുമ്പോഴുള്ള കാര്യമാണോ താങ്കൾ പറയുന്നത്? എങ്ങനെ PC വിഷ്ണുനാഥ് സ്ഥാനാർത്ഥിയായിരിക്കുമ്പോൾ? അതെ, കറക്റ്റ്. PC വിശ്വനാഥ് സ്ഥാനാർത്ഥിയായിരിക്കുന്നതിന്റെ മുൻപ് ആ കാലഘട്ടത്തിൽ, അതായത് അന്നത്തെ ഫിഗറാണ് ഞാനീ പറയുന്നത്. 18% സപ്പോർട്ടേഴ്സ്, 100 പേര് വെച്ച് നോക്കുമ്പോൾ 18 പേര് BJP സപ്പോർട്ട് ചെയ്യുന്നു, 44 പേർ എതിർക്കുന്നു, 32 പേർ നിഷ്പക്ഷത പാലിക്കുന്നു. അതേസമയം ഇന്ന് നമ്മൾ പരിശോധിക്കും, ഇന്ന് വരെയുള്ള കറണ്ട് ഞങ്ങൾ 60 സ്റ്റുഡൻസോടെ പരിശോധിക്കുമ്പോൾ കിട്ടുന്ന വിവരം 2.5 പേർ മാത്രമാണ് BJP സപ്പോർട്ട് ചെയ്യുന്നത്. 85% പേർ എതിർക്കുന്നു, 12.5% പേർ നിഷ്പക്ഷത പാലിക്കുന്നു. അതേ ഫിഗർ LDF എടുത്തു നോക്കുമ്പോ 31% സപ്പോർട്ട് ഉണ്ടായിരുന്ന LDF ആന്റണിയുടെ സ്റ്റേറ്റ്മെന്റോട് കൂടിയിട്ട് 9% വർദ്ധിപ്പിച്ച് 40% നിൽക്കുന്നു. UDF 51% നിന്നും 9% മൈനസ് ആയിട്ട് 42 നിൽക്കുന്നു. മനസ്സിലായോ? അപ്പോ ഇതൊരു വോട്ടിംഗ് പാറ്റേണിലേക്ക് വരുമ്പോൾ 3200 വോട്ടിന്റെ ലീഡായിരുന്നു മാണി വരുന്നതിന്റെ മുമ്പ് LDF ഉണ്ടായിരുന്നത് ഈ മണ്ഡലത്തില്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച വരെ പരിശോധിക്കുമ്പോ ഇപ്പോ അത് മാണിയുടെ 3012 വോട്ടാണ് പോളാവുന്നത്. മൊത്തം 6000 വോട്ടുണ്ട്. പക്ഷെ പോൾ ചെയ്യുന്ന വോട്ട് 3012. അതും കൂടെ കൂട്ടുമ്പോ 6000 സംതിങ് വോട്ടാണുള്ളത്. പക്ഷേ ആന്റണിയുടെ ഈ സ്റ്റേറ്റ്മെന്റോട് കൂടി അന്ധമായി BJP എതിർക്കുന്ന ഒരു വിഭാഗം വോട്ട് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലുണ്ട്, നിങ്ങൾക്കറിയാമല്ലോ. ആ വോട്ട് ഡൈവേർട്ട് ചെയ്യപ്പെടാനുള്ള സാധ്യത 100%. അങ്ങനെ വരുമ്പോൾ അത്ഭുതകരമായിട്ടൊരു അതായത് മാണി UDFുമായി ഈ പറഞ്ഞതുപോലുള്ള സഹകരണം വോട്ടിങ്ങിൽ തുടർന്നാൽ പോലും AK ആന്റണിയുടെ ഈ പ്രസ്താവന നെഗറ്റീവാണ് ചെയ്യുന്നത് എന്നാണ് സാരം. നെഗറ്റീവ് ആയി കഴിഞ്ഞല്ലോ. അപ്പൊ നിങ്ങൾ പറഞ്ഞത് ദേശീയ മാധ്യമങ്ങൾ ഏറ്റെടുത്തു എന്നുണ്ടെങ്കിൽ ഇതിന്റെ അലയലികൾ പ്രവർത്തകരിലെത്തുമല്ലോ. തീർച്ചയായും സ്വാഭാവികമായിട്ടും മലയാളി എന്നുള്ള നിലയ്ക്ക് അവർക്ക് ചിന്തിക്കാലോ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ എന്നുള്ളത് ഓരോ വോട്ടർക്കും അറിയാം. അപ്പൊ നമ്മൾ വിജയത്തിന്റെ പാതയിൽ നിന്നിരുന്ന UDFനെ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഞാൻ പറയുന്നില്ല. താങ്കൾ കഴിഞ്ഞ ആഴ്ച വരെ നടത്തിയ പരിശോധനകളും ഏറ്റവും ഒടുവിൽ നടത്തിയ പരിശോധനകളുടെയും അടിസ്ഥാനത്തിലുള്ളതാണ് ഈ KS ബാബുവിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും ഒരിക്കൽ കൂടി AK ആന്റണി പറഞ്ഞതും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞതും ഒന്ന് കേൾക്കാം. കോൺഗ്രസുകാരോടും കേരള കോൺഗ്രസുകാരോടും മുസ്ലിം ലീഗുകാരോടും RSPക്കാരോടും മാത്രമല്ല എനിക്ക് പറയാനുള്ളത്, BJPക്കാരോടും ഇടതുപക്ഷ മുന്നണിക്കാരോടും പറയാനുള്ളത്. ഈ സർക്കാർ അവർ ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് കരുതാതിരിക്കണമെങ്കിൽ, അവർക്ക് തെറ്റ് നിൽക്കണമെങ്കിൽ, അവരുടെ അഹങ്കാരത്തിലും ദാർഢ്യത്തിലും പരിഹാരം ഉണ്ടാകണമെങ്കിൽ ഇത്തവണ ചെങ്ങന്നൂരിൽ നിന്നും വിജയകുമാർ വിജയിക്കണം. BDJSന്റെ ഏതെങ്കിലും ആളുകൾക്ക് LDFന് വോട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ LDFന് വോട്ട് ചെയ്യാം. കേരള കോൺഗ്രസ്സുകാർക്ക് LDFന് വോട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ LDFന് വോട്ട് ചെയ്യാവുന്നതാണ്. ഒരാളുടെയും വോട്ട് വേണ്ട എന്നൊരു നിലപാട് ഇപ്പം ഞങ്ങൾ സ്വീകരിക്കുന്നില്ല. RSSന്റെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട. ഇപ്പോൾ നമ്മോടൊപ്പം ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ കൂടി ചേരുകയാണ്. ശ്രീ ഗോവിന്ദൻ മാസ്റ്റർ, താങ്കൾ ചെങ്ങന്നൂരിൽ നിരവധിയായി ഇപ്പോൾ പ്രചരണത്തിൽ ഉള്ള ആൾ കൂടിയാണ്, ഉള്ള വ്യക്തി കൂടിയാണ്. അതായത് AK ആന്റണിയെ പോലെ ഒരാൾ ഇങ്ങനെ പറഞ്ഞത് കേവലം ആന്റണിയുടെ മാത്രം ഒരു അപഭ്രംശമാണോ, അതോ UDFിലാകെ രൂപം കൊള്ളുന്ന, ചെങ്ങന്നൂരിനെ ബേസ് ചെയ്ത് UDFിലാകെ രൂപം കൊള്ളുന്ന ഒരു BJP പക്ഷപാതമാണോ മനസ്സിലാക്കാനാകുന്നത്? എന്താണ് ആന്റണിയുടെ ഈ വാക്കുകളിൽ നിന്ന് വായിച്ചെടുക്കുന്നത്? ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ. MV ഗോവിന്ദൻ മാസ്റ്റർ, ലൈൻ കട്ടായി. ശ്രീ ഭാസുരേന്ദ്ര ബാബു, താങ്കൾ കേൾക്കാമോ? ശ്രീ ജേക്കബ് ജോർജ്, ഞങ്ങളുടെ പ്രതിനിധി ഷാജഹാനിലേക്ക് പോവുകയാണ്. ശ്രീ ഷാജഹാൻ, അതായത് AK ആന്റണി ഇങ്ങനെ പറയുന്നു. ഒരുപക്ഷെ AK ആന്റണിയുടെ ചെങ്ങന്നൂരിലെത്തിയ ശേഷമുള്ള
മുഴുവൻ പ്രസംഗങ്ങളിലും ഏറ്റവും പ്രൈമായി രേഖപ്പെടുത്തേണ്ട ഒന്നുകൂടിയാണിത്. ഇത്തരത്തിലൊരു വാക്ക് AK ആന്റണി പറയുന്നു, RSSന്റെ വോട്ട് കാംക്ഷിക്കുന്നു. ഇത് UDF കേന്ദ്രങ്ങളെ ഏതെങ്കിലും തരത്തിൽ അസ്വസ്ഥമാക്കിയിട്ടുണ്ടോ? ആന്റണിയുടെ ഈ പറച്ചിൽ കൊണ്ട് ആന്തരികമായി UDF-ൽ ഉണ്ടായ വൈരുദ്ധ്യങ്ങൾ എന്തൊക്കെയാണ് ചെങ്ങന്നൂരിന്റെ പശ്ചാത്തലത്തിൽ? ശ്രീ ഷാജി തീർച്ചയായിട്ടും അണികളെ അടക്കം പരിശോധിച്ചു. കോൺഗ്രസിനുള്ളിൽ അല്ലെങ്കിൽ UDF-നുള്ളിൽ തന്നെ ആന്റണിയുടെ ഈ പ്രസ്താവന അസ്വാരസ്യങ്ങൾക്കിടയാക്കിയിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസമാണ്, അതായത് ഇന്നലെയാണ് മാന്നാറിൽ നടന്ന പൊതുയോഗത്തിൽ AK ആന്റണി തൻ്റെ നിലപാട് വ്യക്തമാക്കിയത്. വടക്കേ ഇന്ത്യയിൽ മതേതര കക്ഷികൾക്ക് രൂപം നൽകി അല്ലെങ്കിൽ കോൺഗ്രസ് BJP-യെ എതിർക്കുന്ന ഒരു ഘട്ടത്തിലാണ് കേരളത്തിൽ, അതായത് ചെങ്ങന്നൂരിൽ വന്നിട്ട് AK ആന്റണിയെ പോലെയുള്ള ഒരു കോൺഗ്രസ്. ഷാജി ദയവായി ഒന്ന് തുടരൂ ഷാജി. ഇപ്പോൾ MV ഗോവിന്ദൻ മാസ്റ്റർ കൂടി ചേരുകയാണ്. ശ്രീ ഗോവിന്ദൻ മാസ്റ്റർ, താങ്കൾക്ക് കേൾക്കാമല്ലോ അല്ലേ? ശ്രീ ഗോവിന്ദൻ മാസ്റ്റർ, താങ്കൾക്ക് കേൾക്കാമല്ലോ അല്ലേ? ശ്രീ ഗോവിന്ദൻ മാസ്റ്റർ, അതായത് AK ആന്റണി RSSന്റെ വോട്ട് വേണമെന്നാണ് പറഞ്ഞത്. പക്ഷെ നിങ്ങളുടെ നേതാവ് സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് RSSന്റെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട, ബാക്കിയുള്ളവരുടെ വോട്ടുകൾ ഒക്കെയും ഞങ്ങൾ തേടുന്നു അല്ലെങ്കിൽ കാംക്ഷിക്കുന്നു എന്നതാണ് ഒരു പൊതു തെരഞ്ഞെടുപ്പ് എന്ന മാനത്തിൽ. അവിടെ കോടിയേരി എടുത്തു പറയുന്നു RSSന്റെ വോട്ടുകൾ ഞങ്ങൾക്ക് വേണ്ട എന്ന്. പക്ഷേ AK ആന്റണിയെ പോലെ ഒരു ദേശീയ നേതാവ് വന്നിട്ട് പറയുകയാണ് RSSന്റെ വോട്ട് ഞങ്ങൾക്ക് വേണം, അത് LDF-നെ താഴെ ഇറക്കാനാണ് എന്ന്. ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ, ആന്റണിയുടെ ആ വാക്കുകൾ താങ്കൾക്ക് വേണമെങ്കിൽ ഒരിക്കൽ കൂടി കേൾക്കാം. പക്ഷെ എന്നാലും ആദ്യം താങ്കൾ പ്രതികരിക്കൂ. അതായത് ഇത് AK ആന്റണിയുടെ മാത്രം വ്യക്തിപരമായ ഒരു അപഭ്രംശമാണോ, അതോ UDF-ൽ ആകെ രൂപം കൊള്ളുന്ന ഒരു BJP പക്ഷപാതത്തിന്റെ തെളിവാണോ ചെങ്ങന്നൂരിന്റെ പശ്ചാത്തലത്തിൽ? ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് കോൺഗ്രസ് നിർത്തിയിട്ടുള്ള സ്ഥാനാർത്ഥിയെ തന്നെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചു നോക്കിയാൽ സംഘപരിവാർ വിഭാഗത്തിന്റെ അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ ഭാരവാഹിയാണ്. അപ്പോ RSSന്റെ വോട്ട് വാങ്ങാൻ പറ്റുന്ന ഒരാളെയാണ് യഥാർത്ഥത്തിൽ ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയിട്ടുള്ളത് എന്ന് അന്ന് മുതലേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോഴ് അത് തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് ഈ ഇന്ത്യയിലെ കോൺഗ്രസിന്റെ ഏറ്റവും പ്രമുഖരായ നേതാക്കൾ ഒരാൾ പരസ്യമായിട്ടുള്ള ക്യാമ്പയിന്റെ ഭാഗമായിട്ട് RSSന്റെ വോട്ട് ഞങ്ങൾക്ക് വേണം എന്ന് അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. RSSന്റെ വോട്ട് വേണം എന്ന് അഭ്യർത്ഥിക്കുക മാത്രമല്ല, നമുക്കെല്ലാവർക്കും സാധാരണ ഇടതുപക്ഷത്തെ താഴെ ഇറക്കാൻ എന്ന് പറഞ്ഞു. ഇടതുപക്ഷമൊന്നും കോൺഗ്രസിനില്ല. കോൺഗ്രസിന്റെ പക്ഷം എല്ലാം വലതുപക്ഷമാണ് എന്ന് അല്ലാതെ വാചക കസരത്ത് കൊണ്ടല്ലാതെ വേറെ പക്ഷവും ഇടതുവിന്റെ ഭാഗമായിട്ട് അവർക്കില്ല. കോൺഗ്രസ് ഇന്ത്യയിലെ മുതലാളിത്തത്തിന്റെയും ഭൂപ്രഭുത്വത്തിന്റെയും സാമ്രാജ്യത്വത്തിന്റെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു ഭരണവർഗ പാർട്ടിയാണ്. ഇതേ നിലപാട് സ്വീകരിക്കുന്ന മറ്റൊരു പാർട്ടിയാണ് BJP. വർഗപരമായിട്ട് ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്. ഇവർക്ക് തമ്മിൽ ഒരു വൈരുദ്ധ്യവും ഇല്ല. എന്നാൽ ഇതിനേക്കാളും കൂടുതൽ കടുത്ത രീതിയിലുള്ള ഹിന്ദു വർഗീയവാദം പ്രചരിപ്പിക്കുകയും ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കുകയും ചെയ്യണമെന്ന മുദ്രാവാക്യം വെക്കുന്നവരാണ് BJP. ആ BJP ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ശത്രുവായിട്ട് CPIM-ഉം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും ഒക്കെ ഇന്ത്യയിൽ കാണുന്നത്. അതുകൊണ്ട് ഹിന്ദു വർഗീയവാദത്തെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി തയ്യാറുള്ള എല്ലാ ജനാധിപത്യ മതനിരപേക്ഷ പ്രസ്ഥാനങ്ങളെയും യോജിപ്പിച്ച് അണിനിരത്താനും അതുപോലെ തന്നെ BJP അത്രത്തോളം പരാജയപ്പെടുത്താൻ കഴിയുമോ അത്രത്തോളം പരാജയപ്പെടുത്താനും വേണ്ടിയിട്ടാണ് ഇടതുപക്ഷം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ വേണ്ടി RSS ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളുമായിട്ട് ചേർന്ന് മുന്നോട്ടേക്ക് പോകണം എന്നാണ് AK ആന്റണി എന്ന് പറയുന്ന കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗം ഇപ്പോഴും പരസ്യമായിട്ട് ചെങ്ങന്നൂർ പ്രചരണത്തിന്റെ ഭാഗമായിട്ട് പറയുന്നത്. ഇതാണ് വൈരുദ്ധ്യം. അതാണ്, അതായത് കർണാടകയിൽ കഴിഞ്ഞ ദിവസമാണ്, ഇന്നലെയാണ് കർണാടകയിൽ ഇവരെല്ലാം ഒന്നിച്ചു നിന്നത്. അതായത് BJP-ക്കെതിരെ തോൽപ്പിക്കണമെന്ന് പറഞ്ഞ് ഉത്തരേന്ത്യയിൽ നിന്നും ബീഹാറിൽ നിന്നും പോലും ഉത്തർപ്രദേശിൽ നിന്നും ബീഹാറിൽ നിന്ന് പോലും മതേതര കക്ഷികളെത്തി, CPIM-ന്റെ ജനറൽ സെക്രട്ടറി എത്തി, CPI സെക്രട്ടറി എത്തി, ഒപ്പം RJD-യും SP-യും ഒക്കെ എത്തി. അവരോടൊപ്പം ചേർന്ന് രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ, സോണിയാഗാന്ധി അടക്കമുള്ളവർ കൈകോർത്ത് പിടിച്ച് പറഞ്ഞു, ഇത് ഇന്ത്യൻ ദേശീയതയ്ക്ക് മായം ചേർക്കാനുള്ള BJP-ക്ക് എതിരാണ് ഞങ്ങളുടെ മുന്നണിയെന്ന്, അല്ലെങ്കിൽ ഞങ്ങളുടെ കൂട്ടുകെട്ടെന്ന്. ഈ ഘട്ടത്തിൽ AK ആന്റണി വന്ന് ചെങ്ങന്നൂരിൽ RSSന്റെ വോട്ട് കാംക്ഷിക്കുമ്പോൾ അത് യാദൃശ്ചികമാണോ ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ? അത് യാദൃശ്ചികമാണോ? യാദൃശ്ചികമൊന്നുമില്ല, അവസരവാദമാണ്, അവസരവാദപരമായ നിലപാടാണ്. ശരിയായ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കാൻ കോൺഗ്രസിന് സാധിക്കില്ല. അതാ ഞാൻ പറഞ്ഞത്, കോൺഗ്രസും BJP-യും ഒരേ വർഗ നിലപാട് സ്വീകരിക്കുന്ന രണ്ട് പാർട്ടികളാണ്, ഭരണവർഗ പാർട്ടികളാണ്. ഇത് ചെങ്ങന്നൂർ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ ബാധിക്കും? ആന്റണിയുടെ ഈ RSS സ്നേഹം ഒരു തരത്തിലും ഒന്നും ബാധിക്കില്ല. ഈ RSS സ്നേഹം, AK ആന്റണിയുടെ RSS സ്നേഹം ചെങ്ങന്നൂർ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് സ്വാധീനിക്കുക, എങ്ങനെയാണ് ബാധിക്കുക?
ആർക്കനുകൂലമായി? ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല രീതിയിൽ ജയിച്ച് മുന്നോട്ടേക്ക് വരും. ഞങ്ങളുടെ ഭൂരിപക്ഷവും വർദ്ധിക്കും. ഞങ്ങളുടെ വോട്ടിന്റെ എണ്ണവും രണ്ടും വർദ്ധിപ്പിച്ചുകൊണ്ട് കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു വിജയം ഈ നിയോജക മണ്ഡലത്തിലുണ്ട്. RSSനെയും വർഗീയവാദികളെയും കൂട്ടുപിടിച്ചുകൊണ്ട് UDF നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ തരത്തിലുള്ള കുതന്ത്രങ്ങളും ജനങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അവരുടെ അവസരവാദപരമായ സമീപനത്തെയും മനസ്സിലാക്കുന്നുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കൃത്യമായിട്ട് ജനങ്ങൾ അവരുടെ വോട്ടവകാശം വിനിയോഗിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഒരു തരത്തിലുള്ള ഉത്കണ്ഠ ഉണ്ടാവേണ്ടതില്ല. RSSന്റെ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് AK ആന്റണി ഈ രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുന്ന അവസരവാദപരമായ സമീപനത്തെ ചെങ്ങന്നൂരിലെ ജനങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് പ്രതികരിക്കും എന്ന കാര്യത്തിൽ ഞങ്ങൾക്കൊരു സംശയമില്ല. മതനിരപേക്ഷവാദികളായിട്ടുള്ള ആളുകൾ, മതനിരപേക്ഷത നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ ദളിത് ജനവിഭാഗങ്ങൾ, ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾ, ഇവരെല്ലാം ഈ പ്രസ്താവനയെ കൃത്യമായിട്ട് കണ്ട് പ്രതികരിക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല. അല്ലാതെ തന്നെ അവർ തീർച്ചയായും വ്യക്തമാണ്. വളരെ നന്ദി ഞങ്ങളോട് സഹകരിച്ചതിന് ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ. BJP അടക്കമുള്ള പാർട്ടികളുടെ വോട്ട് വേണം ഇടതുപക്ഷത്തെ താഴെ ഇറക്കാനെന്ന് കോൺഗ്രസിന്റെ ദേശീയ നേതാവ് AK ആന്റണി ചെങ്ങന്നൂരിൽ പറഞ്ഞതാണ്. മൂക്കത്ത് കൈവെക്കുന്നു ഒരു വിഭാഗം രാഷ്ട്രീയ നിരീക്ഷകർ. ഒരു വിഭാഗം രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് ഇത് ബോധപൂർവമായ ആന്റണിയുടെ നീക്കമാണെന്ന്. മറ്റൊരു വിഭാഗം പറയുന്നു ചെങ്ങന്നൂരിൽ കൃത്യമായ തിരിച്ചടി ഇതിന്റെ പേരിൽ കോൺഗ്രസിനുണ്ടാകും എന്ന് തന്നെ പറയുന്നു. എന്തായിരുന്നാലും AK ആന്റണിയുടെ വാക്കുകൾ ദേശീയ തലത്തിൽ പോലും ചർച്ചയാവുകയാണ്. പ്രത്യേകിച്ച് BJPക്കെതിരെ മതേതര മുന്നണിയിൽ കോൺഗ്രസ് കൂടി പ്രധാന റോൾ വഹിക്കുന്ന ഒരു സാഹചര്യത്തിൽ ദേശീയ നേതാവായ AK ആന്റണി ഇത്തരത്തിൽ പറഞ്ഞതിനെ സംബന്ധിച്ച് അങ്ങനെയാണ് ചർച്ചയെ ക്രോഡീകരിക്കുമ്പോൾ രൂപപ്പെടുന്നത്. ഷാജഹാൻ ഞങ്ങളുടെ പ്രതിനിധിയാണ് വാർത്തയുടെ വിവരങ്ങളും നൽകിയത്.